നമ്മളത് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തോ കേട്ടോ, കുറച്ച് പിള്ളേരും കൂടി വരാനില്ലേ. ഫായിസ് വന്നോ? ഫായിസ്, ജിതിൻ ഒന്നും വന്നിട്ടില്ല അല്ലേ? അനാമിക വന്നു, വന്നു ഫെമിനിഷ, നോക്കാം. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ പോലെ അല്ലേ, ഇന്നലെ നമ്മൾ ചെറിയൊരു ചാപ്റ്റർ കവർ ചെയ്തു അല്ലേ? എല്ലാവരും വീട്ടിൽ പോയി ചെയ്ത് നോക്കിയോ? വർക്കൊക്കെ ചെയ്തോ മക്കളെ? റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയോ? കിട്ടുന്നുണ്ടോ? ആരില്ലേ? അതുപോലെ ഇന്നും നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റി ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും ചാപ്റ്റേഴ്സ്, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് പോകുന്നത്. അപ്പം അതിൽ കുറേ പോർഷൻസ് കുറേ കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് നമ്മളെ ഫോക്കസ് ഏരിയ വെച്ചിട്ട്. അപ്പോൾ ഒറ്റ പോർഷൻസ് മാത്രമേ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾ. ഈ പോർഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൽ മക്കൾ പുതിയതായിട്ട് കേട്ടൊരു വേർഡ് എന്ന് തോന്നുന്നെങ്കിൽ ഇതാ ഈ ഒരു വേർഡ് ഇനീക്വാളിറ്റി എന്നുള്ള വേർഡ് മക്കൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇനീക്വാളിറ്റി തൊട്ടും കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടാവും ക്ലാസ്സിൽ. അതുപോലെ ഈ ലീനിയർ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മക്കളെ? ലീനിയർ ഇനീക്വാളിറ്റി പോട്ടെ, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ലീനിയർ ഇക്വേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം ഇനീക്വാളിറ്റി എന്നുള്ള വേർഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മക്കൾ ഇക്വേഷൻ ഒക്കെ എന്താണെന്ന് അറിയാം. എന്തായിരുന്നു ലീനിയർ ഇക്വേഷൻ? ഓർമ്മ ഉണ്ടടാ? എന്തായിരുന്നു ലീനിയർ ഇക്വേഷൻ? അനാമിക എന്തായിരുന്നടാ ലീനിയർ ഇക്വേഷൻ? എന്തായിരുന്നു അനാമിക? ഇല്ലേ? ഇവിടെ ഇല്ലേ? ക്ലാസ്സിലില്ലേ അനാമിക? എന്തായിരുന്നു മോളെ ലീനിയർ ഇക്വേഷൻ? എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്, കറക്റ്റ് ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താ ഒരു പ്രത്യേകത? ഞാൻ ഒരു ഇക്വേഷൻ എഴുതാം കേട്ടോ. x² + x + 2 ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ അനാമിക? ആണോ? പറയുന്നില്ല ആരും. ഇവിടെ മക്കൾ ഇന്നത്തെ പോലെ ചെറിയൊരു ചാപ്റ്ററാണ്, അത് ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക് അടിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, ഉഷാറാവും കേട്ടോ.
പറയടാ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? നമുക്ക് റെസ്പോണ്ട് ചെയ്താൽ മതി. നമുക്ക് ഇപ്പോൾ ക്ലിയർ ആക്കി പോവാം. ശരിയാവണം തെറ്റാവണമെന്നൊന്നുമില്ല. x² + x+2 ഈ ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണോ? കൃഷ്ണേന്ദു പറഞ്ഞു നോക്കിയേ. ആണോ? കൃഷ്ണേന്ദു ഇവിടെ ഇല്ലേ? ക്ലാസ്സിലില്ലേ? ഉണ്ടല്ലോ. ആരും മിണ്ടുന്നില്ല. വിഷ്ണുപ്രിയ കേൾക്കുന്നില്ലേ? വിഷ്ണുപ്രിയ കേൾക്കുന്നുണ്ട്. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? x² + x+2 എന്ന് പറഞ്ഞ ലീനിയർ ഇക്വേഷൻ ആണോ? അല്ലേ? ആണോ? അല്ലേ? എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം? അല്ല അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കേട്ടില്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതൊക്കെ എന്തായിരുന്നു? എക്സിന്റെ പവർ ഒരു ഇക്വേഷൻ മക്കൾ എന്താ ചെയ്യേണ്ട? ഒരു ഇക്വേഷൻ ഉണ്ട് നോക്കുക. ആ ഒരു ഇക്വേഷനിൽ എക്സിന്റെ മാക്സിമം പവർ എന്താണെന്നോട് നോക്കുക. എക്സിന്റെ മാക്സിമം പവർ ഇവിടെ എക്സിന്റെ മാക്സിമം പവർ 1 ഉണ്ട് 2 ഉണ്ട്. അപ്പൊ മാക്സിമം പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറയും. ഇതേപോലെ ഞാൻ അതാ x² + x³ + x+1 എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഇത് ഏത് ഡിഗ്രി ഇക്വേഷൻ ആവും? ഏത് ഡിഗ്രി ഇക്വേഷൻ ആവടാ പറഞ്ഞേ? ഇത് ഏത് ഡിഗ്രി ഇക്വേഷൻ ആവും? തേർഡ്. കാരണം എക്സിന്റെ മാക്സിമം പവർ 3 ആയതുകൊണ്ട് എന്തായിരിക്കും? ഇത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. മക്കൾ അതുപോലെ നമുക്ക് ഇവിടെ എന്താ പഠിക്കാനുള്ളത്? ലീനിയർ ഇനീക്വാളിറ്റി അല്ലേ? അപ്പം നമ്മൾ ലീനിയർ ഇക്വേഷൻ പറയാം കേട്ടോ. അത് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സിന്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പം ഇവിടെ വേരിയബിൾ ഉണ്ട്. രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പൊ എക്സും വൈയും ഉണ്ടാവും. അപ്പൊ ഈ വേരിയബിൾസിന്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. 1-നെക്കാട്ടും കൂടാൻ പറ്റില്ല. ഇതവിടെ അതുകൊണ്ട് അവിടെ എന്ത് കൂടുന്നത്? ലീനിയർ ഇക്വേഷൻ എടുത്തു പറഞ്ഞത്. നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്തായിരിക്കണം? ലീനിയർ ഇക്വേഷൻ ആവണം. രണ്ട് വേരിയബിൾസും ഉണ്ടാവും. കുഴപ്പമുണ്ടോ മക്കളെ? എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് മനസ്സിലായില്ലേ? അത് ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ലീനിയർ ഇക്വേഷൻ എന്താന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും? പറയണില്ല. ഇല്ല. ഓക്കെ, അപ്പൊ ലീനിയർ ഇക്വേഷൻ ഒക്കെ മനസ്സിലായി. ഇനി മക്കളെ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മളിത് ഇപ്പം 3x+2 = 5. ഇത് എന്താണ്? ഒരു ലീനിയർ ഇക്വേഷനാണ്. കാരണം എക്സിന്റെ പവർ മാക്സിമം എന്താണ്? 1 ആണ്. ഇവിടുത്തെ സൈൻ എന്താ? ഈക്വൽ ടു സൈൻ ആണ്. അപ്പൊ ഈക്വൽ ടു സൈൻ വന്നുകൊണ്ട് ഇതെന്താണ്? ഇക്വേഷൻ ആണ്. ഈക്വൽ ടു സൈൻ വരുമ്പോൾ നമ്മൾ എന്ത് പറയാം? ഇക്വേഷൻ എന്ന് പറയാം അല്ലെ? ഇക്വേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനീക്വാളിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ 3x+2 < 5 എന്നാവും. അല്ലെങ്കിൽ 3x+2 < 5 എന്നാവും. അല്ലെങ്കിൽ 3x+2 < 5 എന്നാവും. അല്ലെങ്കിൽ 3x+2 < 5 എന്നാവും. അപ്പൊ ഇത്തരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ലെസ്ദാൻ കേട്ടില്ലേ മക്കളെ? കേട്ടിട്ടുണ്ടോ? പറയടാ. ലെസ്ദാൻ, ഗ്രേറ്റർ ദാൻ, > ഒന്നും കേട്ടില്ലേ? ഇത്തരം സൈനെ നമ്മൾ എന്ത് പറയാ? ഇനീക്വാളിറ്റി എന്ന് പറയാം. എന്താണ്? ഇനീക്വാളിറ്റി എന്ന് പറയാം. നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യല്? ഈക്വൽ ടു സൈനാ യൂസ് ചെയ്യല്. അപ്പം ഇവിടെ എന്താ പ്രശ്നമുള്ളൂ? ആ ഈക്വൽ ടു സൈനിന്റെ പകരം എന്ത് കൊടുത്തു? ഇനീക്വാളിറ്റീസ് പോലത്തെ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത്തരം 4 ഇനീക്വാളിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ജസ്റ്റ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലീനിയർ ഇക്വേഷൻ നോക്കൊക്കെ എന്താണെന്ന് അറിയാം. എന്താണ്? എക്സിന്റെ പവർ മാക്സിമം 1 പറ്റുള്ളൂ. പിന്നെന്താണ്? ഇനീക്വാളിറ്റീസാ, അതും മക്കൾക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇനീക്വാളിറ്റീസ് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ഈ ചാപ്റ്ററിൽ. നമുക്ക് ഈ ഒരു ടോപ്പിക് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റി ഇൻ 2 വേരിയബിൾസ്. അതൊരു 3-4 മാർക്കിനൊക്കെ ആയിട്ട് കുറച്ചധികം ഇനീക്വാളിറ്റീസ് തരും. അതെല്ലാം കൂടി ഗ്രാഫാക്കിയൊക്കെ റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കാനുള്ളത്. നമുക്ക് പതിയെ കുട്ടിക്ക് അറിയാൻ മതിയോ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇങ്ങോട്ടൊന്നും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറേ ആൾക്ക് കിട്ടിയ ചാപ്റ്ററാണ്, റെസ്പോൺസ് കുറവാട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറയാം. x+y ലെസ് ദാൻ ഉണ്ടല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5.
എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അതുപോലെ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഒരു ഇനീക്വാളിറ്റി ഇത്ര ഇത് ഇനീക്വാളിറ്റി അല്ലേ? കാരണം എന്താ, ഇവിടെ ഇക്വേഷൻസ് ഇല്ല അല്ലേ, ഈക്വൽ ടു സൈൻ ഇല്ല, എന്തേ ഉള്ളൂ ഇനീക്വാളിറ്റി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ആണുള്ളത്. അതുകൊണ്ട് എന്താണ് ഇനീക്വാളിറ്റീസ് ആണ് അല്ലേ. ഇവിടെ ഇനീക്വാളിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ലീനിയർ ഇനീക്വാളിറ്റീസ് ആണെന്ന് പറയാം അല്ലേ. കാരണം എക്സിൻ്റെയും വൈൻ്റെയും ഒക്കെ പവർ മാക്സിമം എന്താണ് 1 ആണ്. അപ്പോൾ ഇത് എന്തെന്ന് പറയാം, ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയാം. അപ്പോൾ ഇനി എന്ത് വേണം നമുക്ക്, ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം, നമുക്ക് സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ലൈൻ അതായത് ഒരു ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് വരും. ഇപ്പോൾ ഈ ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. ഈ ലൈന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ ഇതും എന്ത് ചെയ്യണം, ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയാൽ അത് ഗ്രാഫിലേക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു 3-4 സ്റ്റെപ്പ് നമുക്ക് ഇത് ആദ്യം പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ തന്ന ഇനീക്വാളിറ്റീനെ ഇക്വേഷൻ ആക്കി എഴുതുക. തന്ന ഇനീക്വാളിറ്റീനെ ഇക്വേഷൻ ആക്കി എഴുതുക. എന്താണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ എക്സ് പ്ലസ് വൈ ഇവിടെ എന്താണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അപ്പോൾ എന്താക്കി മാറ്റാനാണ് പറഞ്ഞത്, ഇക്വേഷൻ ആക്കി മാറ്റാൻ. അപ്പോൾ ജസ്റ്റ് സൈൻ മാറ്റി എന്താക്കുക, ഈക്വൽ ടു സൈൻ ഇടുക, ഇക്വേഷനായി. അടുത്തതോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ജസ്റ്റ് ഇനീക്വാളിറ്റീനെ എന്താക്കുക, ഇക്വേഷൻ ആക്കുക. ഇവിടെ എന്ത് ചെയ്തു, ഇക്വേഷൻ ആക്കി. ഇക്വേഷൻ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇനീക്വാളിറ്റി മാറ്റുക, അതിന് വരെ എന്ത് കൊടുക്കുക, ഈക്വൽ ടു സൈൻ കൊടുക്കുക. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫിലേക്ക് വരയ്ക്കണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 എന്നുള്ള രണ്ട് ലൈൻസ് മുമ്പ് എന്ത് ചെയ്യണം, ഗ്രാഫിൽ വരയ്ക്കണം. ഗ്രാഫിൽ വരച്ചു നോക്കാം നോക്കൂട്ടോ. നമ്മൾ ആദ്യം നമുക്ക് എന്തുണ്ടാവും, ഒരു വൈ ആക്സ് ഉണ്ടാവും, ഒരു എക്സ് ആക്സ് ഉണ്ടാവും അല്ലേ. എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. മക്കളെ ഇതിനെ ഒരു ലൈനിലേക്ക് വരയ്ക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, മക്കളൊരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചതിന് ശേഷം ഒരു 3 കോളൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് എക്സും എന്തും വേണം, വൈയും വേണം. മക്കൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുക. ഈ ഇക്വേഷന് എക്സിൻ്റെ വാല്യൂവിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈൻ്റെ വാല്യൂ ഇവിടെ എഴുതുക. എന്താ ചെയ്യേണ്ടത്, എക്സിന് 0 കൊടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമായിട്ട് എന്ത് ഇക്വേഷൻ വന്നാലും മക്കൾ ചെയ്യേണ്ട ഒരേ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഇനീക്വാളിറ്റീനെ ഇക്വേഷൻ ആക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ആ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനെ എന്ത് ചെയ്യണം, ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യണം. ആ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക, എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈൻ്റെ വാല്യൂ ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ, 0 പ്ലസ് വൈ ഈക്വൽ ടു 5 അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് വൈ ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 5. വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്താ, ഇനി നേരെ ഓപ്പോസിറ്റ്, വൈക്ക് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുക. എന്നിട്ട് എക്സിന് കിട്ടുന്ന വാല്യൂ നോക്കുക. അപ്പോൾ എന്തായിരിക്കും നോക്കേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നാണ് ഇക്വേഷൻ. വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്താവും, എക്സ് പ്ലസ് 0 ഈക്വൽ ടു 5 കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്താവും, 5 ആവും. അപ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, 5. അപ്പോൾ 2 പോയിന്റ് കിട്ടിയല്ലോ, 0, 5ഉം 5,0. 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക, നമ്മുടെ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. നോക്കൂട്ടോ, 1, 2, 3, 4, 5 അല്ലേ. 1, -1, -2, -3 ഇങ്ങനെ പോട്ടെ. ഇവിടെയോ 1, 2, 3, 4, 5 അല്ലേ. ഇവിടെ അതേപോലെ -1, -2, -3 ഇങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ മക്കളെ, 0,5 അല്ലേ. 0,5 ഇവിടെ വരും, ഏകദേശം ഇവിടെ വരില്ലേ അല്ലേ. 0,5 ഇവിടെ വരും, ഇവിടെ വരും. അടുത്ത എന്താ, 5,0 ഇവിടെ വരും, ഇതവിടെ വരും, 5,0. എന്നിട്ട് ഈ 2 ലൈൻ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിക്കുക. ഈ 2 ലൈനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ അധികം പേരും തെറ്റിക്കുന്ന കാര്യം, അധികം ആൾ മറന്നു പോണ കാര്യമാണ് മക്കൾ. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം ഏത് ലൈനെയാണ് വരയ്ക്കാൻ പോകുന്നതെന്ന് ആദ്യം നോക്കണം. ഏത് ലൈനെയാ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന ലൈനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അല്ലേ. മറ്റേ ലൈൻ എടുത്തിട്ടില്ല. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 ലൈൻ പറ്റുമ്പോൾ ഒന്നും പറഞ്ഞിട്ടുമില്ല, എടുത്തിട്ടുമില്ല. അത് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇപ്പം എന്താ ചെയ്യുന്നത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന ലൈനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, സോറി ക്വസ്റ്റ്യൻ ഇതല്ലേ,
എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ, സോറി നമ്മുടെ ഇനീക്വാളിറ്റി, നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ആ ഇനീക്വാളിറ്റി നമുക്ക് ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് 4 ഇനീക്വാളിറ്റി ആണ് പഠിക്കാനുള്ളത് അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. അതിൽ മക്കളെ നമ്മളെ ഇപ്പം പറഞ്ഞപ്പോൾ വരയ്ക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതായിരുന്നു, വരയ്ക്കാൻ പോകുന്ന ഇക്വേഷൻ്റെ ഇനീക്വാളിറ്റി ഏതാണ്, ഇതാണ്. അപ്പോൾ ആ ഇനീക്വാളിറ്റീൻ്റെ അടിയിൽ ഇവിടെ വരണ്ടോ എന്ന് നോക്കുക. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഇനീക്വാളിറ്റിൻ്റെ അടിയിലൂടെ വരണ്ടോ എന്ന് നോക്കുക. ഉദ്ദേശിച്ചത് എന്താ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കുക. ആണെങ്കിൽ നമ്മളിതാ ഇവിടെ വരയ്ക്കേണ്ട വര എങ്ങനെ വരയ്ക്കണം, ബോൾഡ് ആക്കിയിട്ട് വരയ്ക്കണം. എങ്ങനെ, ഈ 2 ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട എങ്ങനെയാണ്, ബോൾഡ് ആക്കിയിട്ട് വേണം വരപ്പിക്കാൻ. അപ്പം ഈ ഇനീക്വാളിറ്റി അല്ലെങ്കിലോ, ഈ ഇനീക്വാളിറ്റി അല്ലാണ്ട് ഇതാ ഒന്നുകിൽ ലെസ് ദാൻ മാത്രം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ മാത്രം. ആ ഇനീക്വാളിറ്റി വന്നാൽ നമ്മൾ ഇവിടെ വരയ്ക്കേണ്ട ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട എങ്ങനെയാ വെച്ചാൽ ഡോട്ടഡ് ആയിരിക്കണം. അതാ ഇതുപോലത്തെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. ഇതാണ് വാല്യൂ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം. മക്കൾ വരച്ച വര ബോൾഡ് ആണോ അല്ലെങ്കിൽ ഡോട്ടഡ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യൂ. ഇപ്പം എപ്പോഴാണ് നമ്മുടെ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ വര എങ്ങനെയാവണം, ബോൾഡ് ആയിരിക്കണം. ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ മാത്രമാണെങ്കിൽ ലൈൻ എന്തായിരിക്കണം, ഡോട്ടഡ് ആയിരിക്കണം. കുഴപ്പമുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നോക്കിയേ, ആണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ലാസ്റ്റൊക്കെ കൂടെ കഴിഞ്ഞിട്ട് സാറേ ഒന്നും മനസ്സിലായില്ല അത് പറയരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ചെയ്തത് ഫസ്റ്റ് ഇനീക്വാളിറ്റി നമ്മളിപ്പം വരച്ചു, ഗ്രാഫിക്കലി വരച്ചു ഫസ്റ്റ് ഇനീക്വാളിറ്റി. അതിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? എല്ലാവരും പോയോ ഇവിടെ നിന്ന്? കുഴപ്പമില്ല, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഇത് ആൾക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരച്ചതിന് ശേഷം മക്കളെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിൻ്റെ അല്ലേ, നമ്മളിപ്പം വരച്ച ലൈനിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഈ ലൈനിൻ്റെ ഈ സൈഡാണോ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ഇപ്പം വരച്ച ലൈൻ വരച്ചിട്ടുള്ളുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻ എന്ത്, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലേ, നമ്മുടെ ചാപ്റ്ററിന്റെ പേരല്ല, പഠിക്കാൻ ടോപ്പിക്കിന്റെ പേരെന്താ, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നാ അല്ലേ, ലീനിയർ ഇനീക്വാളിറ്റി എന്നാണ്. അപ്പം നമ്മളിപ്പം ആദ്യത്തെ ഇനീക്വാളിറ്റി വരച്ചു അല്ലേ, ഇനി ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ ഇനീക്വാളിറ്റി വരച്ചതിന് ശേഷം രണ്ടിൻ്റെയും കൂടി സൊല്യൂഷനാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇപ്പോൾ എന്താണ്, ഒരു ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എവിടെയാണ് നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എവിടെയാണ് മനസ്സിലാക്കി വെക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ലേ, നമ്മൾ സ്റ്റെപ്പ് 2 എന്തായിരുന്നു അല്ലേ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇതേപോലെ പോയിന്റ് ലൈൻ കണ്ടെത്തുക. ഇനി സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക മക്കളെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്ത്, നമ്മൾ ഏത് ഇനീക്വാളിറ്റി വരയ്ക്കുന്നത്, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ. എന്നിട്ട് ഈ ഇനീക്വാളിറ്റിയിലേക്ക് എന്ത് ചെയ്യുക, 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0,0 ചെയ്യുക. അപ്പോൾ എന്ത് വരും മക്കളെ, ഇവിടെയും 0 ആവും, ഇവിടെയും 0 ആവും, ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5. അപ്പോൾ എന്താവും, 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്നാവും എന്ത്, നമ്മുടെ ഇനീക്വാളിറ്റി. 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5. മക്കളെ 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുന്ന സെന്റൻസ്, ഈ ഒരു ഇനീക്വാളിറ്റി ശരിയാണോ? പറഞ്ഞേ, 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 അത് ശരിയാണോ? പറയടാ, 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 അത് ശരിയാണോ? പറയുന്നില്ല ആരോ, പറയ് 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 അത് ശരിയാണോ? ജസീറ ഒന്ന് പറഞ്ഞേ, അത് ശരിയാണോ മോളെ? 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 അത് പറഞ്ഞത് ശരിയാണോ? അല്ല, കാരണം 0 എന്ന് പറയുന്നത് 5-നേക്കാട്ട് ഒരിക്കലും എന്തല്ല, വലുതല്ല. അത് പറഞ്ഞത് എന്താണ്, തെറ്റാണ് അല്ലേ? തെറ്റാണ്. അപ്പൊ മക്കളെ തെറ്റാണെങ്കിൽ നമ്മൾ ഏത് പോയിന്റ് നമ്മൾ കൊടുത്തത്, 0,0 എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പോയിന്റാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഇതെങ്ങനെ സൊല്യൂഷൻ റീജിയൻ തീരുമാനിക്കാന്ന് വെച്ചാല്, ഈ ലൈനിന്റെ നമ്മൾ ഇവിടെ ഉള്ള ഒരു പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയത് ഫാൾസ് അല്ലേ, ട്രൂ ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഇപ്പുറത്തേക്കായിരിക്കും. ഈ ലൈനിന്റെ ഈ സൈഡ് ആയിരിക്കും എന്ത്, നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. നമുക്ക് ഇവിടെ എന്താ ചെയ്തത്, ഈ ലൈനിന്റെ ഇവിടെ ഉള്ള ഒരു പോയിന്റ് കൊടുത്തു, അപ്പൊ നമുക്ക് ഫാൾസ് എന്ന് കിട്ടി. ഫാൾസ് എന്ന് കിട്ടി നമ്മുടെ സൊല്യൂഷൻ റീജിയൻ ഏതാണ്, ഇതിന്റെ സൈഡിലേക്കുള്ളതാ. ഈ ഒരു ഭാഗമാണ് എന്ത് മക്കളെ, നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങോട്ട് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക. നമ്മുടെ സൊല്യൂഷൻ റീജിയൻ ഏതാണ്, ഇതാണ്, ഷെയ്ഡ് ചെയ്യാം. ഇനി
അടുത്തത് എന്താ, ഇതേ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ടൂവിൽ നമ്മൾ രണ്ടാമത്തെ ഇനീക്വാളിറ്റിയിലും ഇതേപോലെ ചെയ്യണം. ഏതേത് ഇനീക്വാളിറ്റി, x-y അല്ലേ. അതൊരു ഇക്വേഷൻ, ഇവിടെ ഇക്വേഷൻ ആക്കിയിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. x-y < 3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഇവിടെ 3 ആക്കണേ. ഞാൻ 5 തന്നെ എഴുതി, ഇവിടെ 3 ആക്കണേ. x-y = 3 എന്നാവും കേട്ടോ. ഓക്കെ, ഇനി മക്കൾക്ക് എന്താ പണി എന്ന് വെച്ചാൽ, നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ x-y = 3 അല്ലെങ്കിൽ x-y < 3 എന്ന ഇനീക്വാളിറ്റീനെ എന്ത് ചെയ്യണം, ഇതേപോലെ ഗ്രാഫ് ആക്കി വരയ്ക്കുക. ഒന്ന് വരച്ചേ, ഇപ്പൊ ചെയ്ത പോലെ വരയ്ക്കുക. ഞാൻ ഓരോരുത്തരോട് ഇപ്പൊ ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പറയും, ചെയ്തോളൂ കേട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇപ്പൊ ചെയ്ത പോലെ സ്റ്റെപ്പ് 1 എന്താക്കുക, ഇക്വേഷൻ ആക്കുക. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യുക, ഇതുപോലെ ബോക്സ് വരച്ചിട്ട് ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0,0, എന്നിട്ട് സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ചെയ്യാട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ക്വസ്റ്റ്യൻ x-y < 3. x-y < 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യന്റെ ബാക്കി, പുതിയൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ബാക്കി ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, x+y < 5 എന്ന് പറഞ്ഞത് നമ്മൾ പ്ലോട്ട് ചെയ്തു. അതുപോലെ മക്കൾ എന്ത് ചെയ്യുക, x-y < 3 എന്ന് പറയുന്നത് പ്ലോട്ട് ചെയ്യുക, സൊല്യൂഷൻ റീജിയൻ കാണുക. അക്ഷയ് ഓക്കെ ആണോ? അക്ഷയ് ഓക്കെ.
മക്കളെ റെഡി ആയിട്ടുണ്ടാവല്ലോ. അതെ. അനാമിക ഒന്ന് കാണിച്ചേ. അനാമിക അവിടെ ഇല്ലേ? ബാക്ക് ക്യാമറ ഓൺ ആക്കിയേ. അനാമിക അനാമിക അവിടെ ഉണ്ടല്ലോ. അനാമിക ആ ബുക്ക് കാണില്ല. ഓക്കെ, അപ്പം മോളൊന്ന് ഫോക്കസ് ചെയ്തേ. ഒന്ന് ഒന്ന് ആ ഓക്കെ ഓക്കെ ഓക്കെ. സൊല്യൂഷൻ റീജിയൻ എവിടെ? സൊല്യൂഷൻ റീജിയൻ ഷെയ്ഡ് ചെയ്ത ഭാഗം. ആ ഓക്കെ 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 ഓഫ് ആയിക്കോളാം. അനാമിക വരച്ച് കറക്റ്റ് ആണ്. നമ്മളെന്താ ചെയ്തത്? ഇതേപോലെ നമ്മൾ വരയ്ക്കുക. അടുത്ത ലൈനായിട്ട് നമുക്ക് എന്തായിരുന്നു പറഞ്ഞത്? എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ? അതന്നെയല്ലായിരുന്നു എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, അതന്നെ. ഇത് വെച്ചുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം സ്റ്റെപ്പ് 1 എന്താണെടാ ഇത് ഇക്വേഷൻ ആക്കി എഴുതുക അല്ലേ? അപ്പം എന്ത് വരും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 എന്നാവും അല്ലേ? ഇനി സ്റ്റെപ്പ് 2 എന്തായിരുന്നു? സ്റ്റെപ്പ് 2 ഇതെന്താക്കണം? പ്ലോട്ട് ചെയ്യണം അല്ലേ? നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പം എക്സും വൈയും വരയ്ക്കുക. എക്സും വൈയും വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുക? എക്സിന് 0 കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 അല്ലേ? അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 മൈനസ് വൈ ഈക്വൽ ടു 3 മൈനസ് വൈ ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു -3 എന്നാവും. വൈൻ്റെ വാല്യൂ -3. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? -3 കിട്ടും. ഇനി എന്താ കൊടുക്കുക? ഇനി വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 അപ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 3 നമ്മൾ ഇക്വേഷൻ. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് മൈനസ് 0 ഈക്വൽ ടു 3 അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു കറക്റ്റ് 3 എന്ന് കിട്ടും. അപ്പം വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3. അപ്പം നമ്മളെ പോയിന്റ് എന്തൊക്കെയാണ്? 0 മൈനസ് 3 3,0. 0 മൈനസ് 3 3,0 ആണ് എന്ത്? നമ്മളെ പോയിന്റ്. ഇനി ഇവിടേക്ക് വരാം. എന്തൊക്കെയാ നമ്മളെ പോയിന്റ്? എന്താ? ആദ്യത്തെ 0 മൈനസ് 3. അപ്പോൾ ഇവിടെ ഇല്ലാവൂലേ? 0, -3 ഇവിടെ അല്ലേ? ഇനി അടുത്തത് എന്താ? 3,0 3,0. ഓക്കെ, 3,0. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ? രണ്ട് അത് പറയാൻ മറന്നുപോയി. അനാമിക്ക് ഇപ്പോൾ ചെയ്തത് എന്തായിരുന്നു? രണ്ട് ഗ്രാഫായിട്ടാണ് വരച്ചത്. 2 ഗ്രാഫായി വരയ്ക്കുന്നത്. ഒക്കെ ഒറ്റ ഗ്രാഫിലായിട്ടാണ് വരയ്ക്കേണ്ടത്. രണ്ട് ഗ്രാഫിലല്ല, ഒക്കെ ഒറ്റ ഗ്രാഫിലായിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നടാ? ഈ രണ്ട് ഇനീക്വാളിറ്റി നമ്മൾ വരയ്ക്കാൻ പോവാണ്. ആദ്യത്തെ വേറൊരു വ്യത്യാസം കൂടി ഉണ്ട്. എന്താ? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലെസ് ദാൻ ഒരു ഈക്വൽ ടു എന്നുണ്ട് അല്ലേ? ലെസ് ദാൻ ഒരു ഈക്വൽ ടു എന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ എന്താവും ഇവിടെ? നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാവും? ബോൾഡഡ് ആയിരിക്കും അല്ലേ? ബോൾഡഡ് ആയിരിക്കും. ഇത് വരയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 3 എന്തായിരുന്നു? ഇപ്പോൾ ലൈൻ വരച്ചു കഴിഞ്ഞു. സ്റ്റെപ്പ് 3 എന്താ? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 0,0 അല്ലേ? സ്റ്റെപ്പ് 3 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 0,0 അല്ലേ? അപ്പോൾ 0,0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ ഇക്വേഷൻ. അപ്പോൾ 0,0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് ശരിയല്ല മക്കളെ. 0 എന്ന് പറയുന്നത് 3 എന്താണ്? ചെറുതാണ്. അപ്പോൾ ഇത് എന്താണ്? ഇത് ശരിയാണ്. ശരിയാകുമ്പോൾ എന്ത് ചെയ്യണം? എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? നോക്കിയേ, നമ്മൾ കൊടുത്ത പോയിന്റ് ഇവിടേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ട്രൂ എന്ന് കിട്ടി. അപ്പം നമ്മൾ ഷെയ്ഡിങ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓക്കെ, ഈ ലൈന് വന്നപ്പോൾ നമ്മൾ ആദ്യം വരച്ച ലൈന് വന്നപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ? ഇതായിരുന്നു. രണ്ടാമത്തെ ലൈൻ ഇവിടെ വരച്ചപ്പോൾ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ഭാഗം. അപ്പോൾ രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള ഭാഗം ഏതാ മക്കളെ? നോക്കിയേ, ഇതല്ലേ? ഈ ഒരു ഭാഗമല്ലേ? നോക്കിയേ, ഇപ്പം ഷെയ്ഡ് ചെയ്ത ഈ ഒരു ഭാഗമല്ലേ കോമൺ ആയിട്ടുള്ളത്? ഈ റെഡ് അങ്ങനെ. ഇപ്പം അങ്ങനെ കിട്ടിയത് എനിക്ക് ആദ്യത്തെ ഈ ലൈനിന്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഇതൊന്നും ആയിട്ടില്ല, ഇവിടെയൊക്കെ വരികയായിരുന്നു. രണ്ടാമത്തതോ ഈ ലൈനിന്റെ ഇങ്ങോട്ടും. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ ഈ ഒരു പാർട്ടാണ് എന്ത് മക്കളെ? രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഭാഗം. അപ്പം ഇതായിരിക്കും നമ്മുടെ എന്ത്? സൊല്യൂഷൻ റീജിയൻ. കുഴപ്പമുണ്ടോ?
സെക്കൻഡ് പാർട്ട് പറഞ്ഞതിൽ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞു. അവർ അനാമികനോട് വെച്ച് അനാമിക കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ, രണ്ടാമത്തെ ലൈന് വെച്ചിട്ട് അതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ പറയടാ. കാരണം ഈ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇനി പ്രോബ്ലം ചെയ്യാണെങ്കിൽ മക്കളോട് എക്സ്ട്രാ തിയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ് തിയറി പറഞ്ഞു. കാരണം എന്തൊക്കെ നമ്മൾ പറഞ്ഞ് മക്കൾക്ക് എപ്പോഴും ഇനിയിപ്പോൾ രണ്ട് ഇക്വേഷൻ, ഇപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻ അല്ല, ചിലപ്പോൾ 2, 3, 4 വരും കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 വച്ചെന്ന് പറഞ്ഞു, ബാക്കി ഇപ്പോൾ 3, 4 ചെയ്യാം. 3, 4 ചെയ്യുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. ഇതേപോലെ തന്നെ ബോക്സിന്റെ എണ്ണം കൂടും. ഇപ്പോൾ 2 ആയപ്പോൾ 2 ബോക്സ് വരച്ചില്ലേ, 3 ആകുമ്പോൾ 3 ബോക്സ്, 4 ആകുമ്പോൾ 4 ബോക്സ് അങ്ങനെ വരും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് തിയറി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ഇനീക്വാളിറ്റി തരും. ഇനീക്വാളിറ്റി എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഇനീക്വാളിറ്റി തന്ന സ്റ്റെപ്പ് ആദ്യം കണ്ടെത്തുക അല്ലെ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ ഇനീക്വാളിറ്റീനെ ഇക്വേഷൻ ആക്കുക. ഇക്വേഷൻ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇനീക്വാളിറ്റി ജസ്റ്റ് മാറ്റിയിട്ട് ഈക്വൽ സൈൻ ഇടുക അല്ലെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആ തന്ന ലൈൻ അല്ലേ, തന്ന ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു കോളം വരയ്ക്കുക, XY എന്ന് കൊടുക്കുക. എന്നിട്ട് മക്കൾ എന്ത് എടുക്കണം, ആദ്യം എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, വൈൻ്റെ വാല്യൂ 5 കിട്ടും. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ വൈക്ക് 0 കൊടുക്കുക. അപ്പോഴോ എക്സിന്റെ വാല്യൂ 5 കിട്ടും. അപ്പോൾ 2 പോയിന്റ് കിട്ടി, 0,5ഉം 5,0യും. 2 പോയിന്റ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യാം, ലൈൻ വരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ലൈൻ വരച്ചു. ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, തന്ന ഇനീക്വാളിറ്റി അല്ലേ, തന്ന ഇനീക്വാളിറ്റി ഫസ്റ്റ് നമ്മൾ വരച്ച ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണോ ലെസ് ദാൻ ഈക്വൽ ടു ആണോ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അടിയിൽ ആ ലൈൻ ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് ലെസ് ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ബോൾഡ് ആയിരിക്കണം, അല്ലെങ്കിലോ ഡോട്ടഡ് ആയിരിക്കണം. അതാണ് ലൈൻ വരയ്ക്കാൻ പോകുമ്പോൾ മക്കൾ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. ആദ്യം നമ്മൾ ചാടി കയറിയതൊക്കെ എളുപ്പമാണ്, ചാടി കയറി ചെയ്തിട്ട് ഇങ്ങനെ ലൈനും ഡോട്ടൊക്കെ മാറിപ്പോയാൽ വെറുതെ കൊണ്ടുപോയി മാർക്ക് കളയും. അങ്ങനെ ചെയ്യരുത് ആദ്യം. ഓക്കെ. പിന്നെന്താ, പിന്നെ പറയുന്നത് ലൈൻ വരച്ചതിന് ശേഷം ഈ ലൈനിന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ, അല്ലെങ്കിൽ ഒറിജിൻ ഉള്ള സൈഡാണോ ഒറിജിൻ ഇല്ലാത്ത സൈഡാണോ സൊല്യൂഷൻ റീജിയൻ നോക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിലേക്ക് 0,0 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ റോങ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ലൈനിന്റെ അല്ലേ ഈ ഭാഗം എല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഇനി അടുത്ത ലൈൻ വരച്ചതിന് ശേഷം കിട്ടുന്ന പോയിന്റ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് രണ്ട് ലൈനിനും കോമൺ ആയിട്ട് വരുന്ന റീജിയൺ ആയിരിക്കും ഷെയ്ഡ് ചെയ്തതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന റീജിയൺ ആയിരിക്കും എന്ത് മക്കളെ, നമ്മുടെ സൊല്യൂഷൻ റീജിയൺ. കുഴപ്പമുണ്ടോ, ഏതെങ്കിലും സ്റ്റെപ്പിൽ പ്രശ്നമുണ്ടോ പറയടാ, പ്രശ്നമുണ്ടോ? ക്ലിയർ അല്ലേ? അക്ഷയ്ക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ? ആർക്കും ക്ലിയർ ആയില്ലേ? പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ. ഓക്കെ, ഫായ്സിനോട് ക്ലിയർ ആയി. പിന്നെ ഓക്കെ, ഗേൾസിന് ആർക്കും ക്ലിയർ ആയില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ഏതെങ്കിലും ഭാഗത്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പറയണം. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ 2x + y എഴുതണേ. 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, അതുപോലെ 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഇതാട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണേ, ഒന്ന് ഫോക്കസ് ചെയ്യാം. ഒറ്റ മിനിറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. തേർഡ് ക്വസ്റ്റ്യൻ 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഓക്കെ, അവൻ ചെയ്ത് നോക്കിയേ. പെട്ടെന്ന് ചെയ്യണേ, അധികം ടൈം വേസ്റ്റ് ചെയ്യരുതേ. പിന്നെ അത് നമുക്ക് അടുത്തടുത്ത ഓരോരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം.
മക്കളെ സമയായല്ലോ. ആദ്യത്തെ ലൈൻ വരച്ചതിന്റെ കാണിക്ക്. ഫായിസെ വരച്ചോ? ഫായിസെ ഇല്ല സാറേ, ഇല്ല സാറേ, വരക്കാണ്. ഒറ്റ ലൈൻ വരച്ചില്ല. ഇല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ വേറെ എന്തോ പണിയുണ്ട്. 2 ലൈൻ ഉണ്ടായിട്ട് 1 ലൈൻ ഇതുവരെ വരച്ചില്ല പറഞ്ഞാല് അവിടെ എന്തോ വേറെ പണിയുണ്ടല്ലോ നമുക്ക്. വേറെ ആരാ ഇനിയിപ്പം? ശ്രീതു വരച്ചോ? ശ്രീതു ഇല്ല. ഒറ്റ ലൈനിൽ വരച്ചില്ല. ഒറ്റ ലൈന് വരച്ചില്ല ശ്രീതു. മക്കളെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെന്തേ? കൃഷ്ണേന്ദു വരച്ചോ? ഏതെങ്കിലും 1 ലൈൻ. കൃഷ്ണേന്ദു ഞാൻ വരയ്ക്ക. വരച്ചോ? 1 ലൈൻ വരച്ചോ? വരച്ചോണ്ടിരിക്ക. 1 ലൈൻ വരച്ചോണ്ടിരിക്കണുള്ളൂ, വരച്ചില്ല. ഇല്ല. നിങ്ങളൊക്കെ വരച്ചോര് ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? 1 ലൈനെങ്കിലും. സാനിയ വരച്ചോ? സാനിയ, ഫർസാന, ഫർസാന രണ്ടാളില്ലേ? അക്ഷയ് വരച്ചോ? അക്ഷയ് 1 ലൈനെങ്കിലും വരച്ചോടാ. ഒരു ലൈനെങ്കിലും വരച്ചോ? വരച്ചിക്കണ്. ഇത് ശരിയാണോന്ന് അറിയില്ല. അപ്പല്ലേ മോൻ ഒന്ന് ഓപ്പൺ ആക്കി മതി. വരച്ചോ. ഓണാക്കിന്. ഒറ്റ മിനിറ്റ്. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് മോൻ എക്സിന് 0 കൊടുക്കുമ്പോൾ 0,6 കിട്ടിയിട്ടുണ്ടാവും. മോന് കിട്ടിയിട്ടുണ്ടോ 0,6? അല്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? തെറ്റില് പറ്റി. 0,6 അല്ലേ കിട്ടിയത്? ഞാൻ 2,6 ആണ് എടുത്തത്. അങ്ങനെ 2 എവിടുന്നാ വന്നത്? 2x ആയപ്പോ. അങ്ങനെയല്ല, എക്സിന് മോ ആദ്യം 0 അല്ലേ കൊടുത്തത്? ഞാൻ ശരിയാക്കാം. പക്ഷെ മോ വരച്ചത് 0,6 തന്നെയാണല്ലോ. ഒന്ന് കാണിച്ചേ, ഒന്നുകൂടി കാണിച്ചേ. അതല്ല, വരച്ചത് കറക്റ്റ് തന്നെയായിരുന്നല്ലോ. അതല്ല. ആണല്ലോ, ശരിയാണല്ലോ. വരച്ചത് കറക്റ്റ് ആണല്ലോ. 2,6 അടിയിലല്ലേ? മേലെ എന്താ 0,6 തന്നെയല്ലേ? ഒന്നുകൂടെ ബ്ലർ, അതാ പ്രശ്നം. മേലെ വരച്ചത് 0,6 തന്നെയാണല്ലോ. അല്ല, തെറ്റാണെന്ന് തോന്നണേ. മേലെ വരച്ച 0,6 അത് ഓക്കെയാണ്. 2,6 വരച്ചാണ് തെറ്റ്. 2,6 വരുന്ന സമയത്ത് നമ്മള് വൈക്ക് 0 കൊടുക്കണം. വൈക്ക് ഓക്കെ. 0 കൊടുക്കുമ്പോ എക്സ് എന്താവും? 3 കിട്ടും. അപ്പം 3, അല്ലെ? വൈക്ക് 0 കൊടുക്കുമ്പോ എക്സ് 3. അപ്പൊ 3,0 കിട്ടും, 0,6 കിട്ടും. മക്കൾ എത്ര പേർക്ക് കിട്ടിണ്ടത്? 0,6 ആർക്കും കിട്ടിയില്ലേ? 3,6 0, ആർക്കും കിട്ടിയില്ല. 0,6 അതുപോലെ 3,0 ഫായിസിന് കിട്ടി. പിന്നെ അനാമിക, വിഷ്ണുപ്രിയ, ജസീറ, കൃഷ്ണേന്ദു, നിങ്ങൾക്കൊന്നും കിട്ടിയില്ല?
ഓക്കെ ഓക്കെ റീനക്ക് കിട്ടി. പിന്നെ വേറെ ആർക്കെങ്കിലും? ആ ഓക്കെ 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 കിട്ടി തുടങ്ങുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി അടുത്ത ലൈൻ പെട്ടെന്ന് വരച്ചതുപോലെ അടുത്ത ലൈൻ വരച്ചേ. മക്കളെ ഗ്രാഫിന്റെ സൊല്യൂഷൻ, ഫസ്റ്റത്തെ ലൈൻ വരച്ച സൊല്യൂഷൻ കിട്ടിയപ്പം ഒറിജിന്റെ സൈഡിലേക്കാണോ ഒറിജിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ സൊല്യൂഷൻ കിട്ടിയത്? ഒറിജിന്റെ സൈഡിലേക്കാണോ ഒറിജിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ സൊല്യൂഷൻ കിട്ടിയത്? പറയടാ. ഒറിജിന്റെ സൈഡിലേക്കാണോ ഒറിജിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ സൊല്യൂഷൻ കിട്ടിയത്? ഫായിസേ ഏതാ കിട്ടിയത്? ഒറിജിന്റെ ഓപ്പോസിറ്റിക്ക് കിട്ടി. ഒറിജിന്റെ ഓപ്പോസിറ്റിക്ക് എങ്ങനെ വന്നു? ഫസ്റ്റ് ഇക്വേഷൻ വന്ന് 2x പ്ലസ് ഗ്രേറ്റർ താണ അല്ലേ? ഓക്കെ ഗ്രേറ്റർ താണ അല്ലേ? ഓക്കെ ഓക്കെ അപ്പോൾ ശരിയാ. ആ ഓക്കെ 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 2x പ്ലസ് 4y 2x പ്ലസ് വൈ ഗ്രേറ്റർ താൻ ആണ് അല്ലേ? 0 ഗ്രേറ്റർ താൻ 6. ഓക്കെ ഓക്കെ. ആ പിന്നെ രണ്ടാമത്തെ ലൈൻ വരച്ചോ? രണ്ടാമത്തെ ലൈൻ വരച്ചെടുന്ന് ബാക്ക് ക്യാമറ ഓൺ ആക്കിയേ. രണ്ടാമത്തെ ലൈൻ വരച്ചവരൊന്ന് ബാക്ക് ക്യാമറ ഓൺ ആക്കിയേ. ആരും ഓപ്പൺ ആക്കില്ലേ? ഫൈസേ ഓപ്പൺ ആക്കിയ. ഫൈസേ രണ്ടാമത്തെ ലൈൻ വരച്ചൊന്ന് ഓപ്പൺ ആക്കിയ. സാർ അത് വരച്ചത് പറ്റിയാലും പ്രശ്നമില്ല, ഇജ്ജ് കാണിച്ചോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതിൽ കോമൺ റീജിയൻ ഏതാവും? കോമൺ റീജിയൻ ഏതാവും? കോമൺ റീജിയൻ അതാവോ നല്ല നോക്കിയേ. കോമൺ റീജിയൻ ഏതാവും നോക്കിയേ. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ സാറ്റിസ്ഫൈ ആണ്, രണ്ടാമത്തെ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഏതാവും വരിക ഏകദേശം? ആദ്യവും സാറ്റിസ്ഫൈ ആണ്, രണ്ടാമത്തെ സാറ്റിസ്ഫൈ ആണ്. ഏതാവും ഒന്ന് കാണിച്ചേ. ഈ ചെറിയ ഭാഗം. അത് തന്നെ. ഓക്കെ 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 കറക്റ്റ്. ഓഫ് ആയി മക്കളെ നോക്കൂ കേട്ടോ.
നമ്മളിവിടെ എത്തിയപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ 2x+y > 6 കിട്ടി. അതുപോലെ 3x+4y <= 12. ഈ രണ്ട് ലൈനും എന്ത് ചെയ്യണം? ഗ്രാഫിക്കലി വരയ്ക്കണം. എന്നിട്ട് കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ റീജിയൻ കണ്ടെത്തണം അല്ലേ? അതാണല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു ഞാൻ? 2x+y ഇതിനെന്താക്കി? ഇക്വേഷൻ ആക്കി. xy കോളം വരച്ചു. എക്സിന് 0 കൊടുത്തപ്പോൾ y 6 കിട്ടി അല്ലെ? പിന്നെ yക്ക് 0 കൊടുത്തപ്പോൾ x 3 കിട്ടി. അതിലും ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മുടെ സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്റ്റെപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് എന്ത് കിട്ടി? പോയിന്റ് കിട്ടി. 0,6 കിട്ടി, 3,0 കിട്ടി. അത് ഞാൻ അവിടെ വെച്ചതാ. 0,6 കിട്ടിയ ഈ പോയിന്റും പിന്നെന്താ 3,0 കിട്ടിയ ഈ പോയിന്റും, ഇത് രണ്ടും കൂടി ഞാൻ കൂട്ടി ഇവിടെ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു അല്ലേ? ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആലോചിക്കേണ്ട കാര്യം എന്താ? ഇത് ബോൾഡ് ആണോ ഡോട്ടഡ് ആണോ എന്ന് ആലോചിക്കണം അല്ലേ? ഇവിടെ > ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ബോൾഡ് ആണെന്ന് പറയാം. ഇനി അടുത്തത് എന്താ? സ്റ്റെപ്പ് 3 എന്തായിരുന്നു? രണ്ടിലും 0 കൊടുക്കുക അല്ലേ? അപ്പൊ 2 × 0 + 0 ഇവിടെ എന്താവും? 0 ആവും. 0 <> അല്ല, ഞാൻ ആദ്യം ഇവിടെ ക്വസ്റ്റ്യൻ മാറി എഴുതി പോയിരുന്നു, തിരുത്തിയതാണ്. > കേട്ടോ. 0 > 6 എന്ന് കിട്ടും. 0 > 6 എന്ന് പറയുന്നത് എന്താണ്? തെറ്റല്ലേ? 0 എന്ന് പറയുന്നത് 6-നേക്കാട്ടും വലുതാണ് അവരെ അല്ലേ? തെറ്റാണ്. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും മക്കളതാ? ഞാൻ ഈ പച്ച വരയ്ക്കുന്നതാണേ. ഇത് നമ്മളെ ഫസ്റ്റ് ലൈൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലൈൻ്റെ റീജിയൻ. ഓക്കെ, ഇതാ ഇത് കാണുന്നുണ്ടോ ആവോ? ഈ ഒരു ഭാഗമാണ് എന്ത് മക്കളെ? ഫസ്റ്റ് ലൈൻ്റെ സൊല്യൂഷൻ റീജിയൻ. ഇനി അടുത്തത് എന്താ? രണ്ടാമത്തെ ലൈൻ അല്ലേ? 3x+4y = 12. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 3 കിട്ടും, yക്ക് 0 കൊടുക്കുമ്പോൾ x 4 കിട്ടും. അപ്പോൾ ആ ലൈൻ എങ്ങനെ കിട്ടും? അപ്പോൾ അപ്പോൾ നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ തന്നത് <= ആണോ > ആണോ നോക്കാം അല്ലേ? രണ്ടും ആയതുകൊണ്ട് മുമ്പ് എന്ത് ചെയ്യാം? ആ ലൈനും ഇങ്ങനെ വരയ്ക്കാം. ആ ലൈനും ഇതേപോലെ അങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഇനി എന്താ വേണ്ടത്? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 0,0 കൊടുക്കണം അല്ലേ? അപ്പോൾ 3 × 0 + 4 × 0 പിന്നെന്താ? <= അല്ലേ അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ <= 12. ഇവിടെ 0 + 0 <= 12. 0 <= 12. 0 എന്ന് പറയുന്നത് 12-നേക്കാട്ടും ചെറുതാണ്. ശരിയാണല്ലോ അല്ലേ? ശരിയാണ്. ഇപ്പം രണ്ടാമത്തെ ഭാഗം ഏതാ? ഇതാണ് നമ്മൾ രണ്ടാമത്തെ ലൈന് അല്ലേ? രണ്ടാമത്തെ ലൈൻ എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ലൈൻ എന്താ പറഞ്ഞത്? അത് 0-നേക്കാട്ടും അല്ലെ? നമ്മൾ ഇവിടുത്തെ പോയിന്റ് കൊടുത്തപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ സൊല്യൂഷൻ ഇങ്ങോട്ട് വരുന്നതാ ഈ ഭാഗത്തേക്കായിരിക്കും നമ്മുടെ സൊല്യൂഷൻ റീജിയൻ വരിക. അപ്പോൾ ഫൈസ് പറഞ്ഞ പോലെ എന്താണ് ഈ ലൈനിന്റെ ഈ ഭാഗത്തേക്കും അല്ലെ? ഈ ലൈനിന്റെ ഈ ഭാഗത്തേക്കും അതുപോലെ ഈ ലൈനിന്റെ മേലോട്ടും അല്ലെ? അപ്പോൾ കൂടുതൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ റെഡ് ചെയ്ത ഈ ഒരു കോർണർ, ഈ ഒരു ഭാഗമായിരിക്കും എന്ത്? നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. എന്താ എങ്ങനെയായിട്ട് വന്നത്? ആദ്യത്തെ ലൈൻ പോകുന്നത് ഇങ്ങനെയാണ് അല്ലെ? ആ ലൈനിന്റെ അപ്പുറത്തേക്കേ ഉള്ളൂ, ആ ഭാഗത്തേക്കേ ഉള്ളൂ. രണ്ടാമത്തെ ലൈൻ ഇതാണ്, ആ ലൈനിന്റെ താഴോട്ടേക്കേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഇടയിൽ റീജിയൻ വരും, ട്രയാങ്കിൾ റീജിയൻ വരും. ആ റീജിയൻ ആയിരിക്കും എന്ത്? നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. കുഴപ്പമുണ്ടോ മക്കളെ? ഏതെങ്കിലും ഭാഗം കുഴപ്പമുണ്ടോ? പറഞ്ഞ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്ക്. ഉണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? പറയേ. ക്ലിയർ ആയി? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? പറയടാ. ഇത് ചോദിക്ക്. ഒന്നുകൂടി പറയോ? ഏത് പ്രശ്നം? അതന്നെ. എവിടുത്തെ ഭാഗം? ഇപ്പൊ ചെയ്തത് ഇത് ഈ ക്വസ്റ്റ്യൻ മൊത്തം ഒന്നായിട്ട് കൂടി പറയണമെന്നാ പറഞ്ഞേ? ഇത് ഇടയിൽ വെച്ച് സ്റ്റക്ക് ആവുകയാണെങ്കിലേ സ്റ്റക്ക് ഒന്ന് കയറി വരുമ്പോൾ അപ്പം തന്നെ പറയട്ടോ. ഞങ്ങളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞതിന് ശേഷം സാറേ അതൊന്നും കേട്ടില്ല അങ്ങനെ പറയരുത്. എവിടെയാണോ ക്ലിയർ ആവാത്തത്, എവിടെയാണോ സ്റ്റക്ക് ആയത് അപ്പം പറയാം. എന്നാ പിന്നെ അവിടെ വരെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x+y > 6 3x+4y <= 12 എന്നായിരുന്നു. അപ്പോൾ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് ഇനീക്വാളിറ്റിനെ എന്താക്കണം? നമുക്ക് ഇക്വേഷൻ ആക്കാം. അപ്പം ഞാൻ 2x+y എന്താക്കി? 2x+y = 6 എന്നാക്കി. എന്നിട്ട് ഈ ലൈൻ എന്താക്കണം? നമുക്ക് ഗ്രാഫിക്കലി വരയ്ക്കണം. അപ്പം അതിന് ആദ്യം എന്ത് ചെയ്യണം? എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈൻ്റെ വാല്യൂ എന്താ? 6. പിന്നെ വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂ 3. അപ്പം ഇപ്പോൾ 2 പോയിന്റ് കിട്ടി, 0,6 3,0. ആ 0,6ഉം 3,0 എന്ത് ചെയ്യുക? നമുക്ക് മാർക്ക് ചെയ്യുക.
എന്നിട്ട് ആ ലൈനിനെ തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലേ, ആ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇനീക്വാളിറ്റി ലെസ് ദാൻ ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ ചെക്ക് ചെയ്യണം. അടിയിൽ ആ ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ വരയ്ക്കുന്ന ലൈൻ എന്തായിരിക്കണം, ബോൾഡ് ആയിരിക്കണം. ഇവിടെ ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, വരയ്ക്കുന്ന ലൈന് ബോൾഡ് ആക്കി. പിന്നെ എന്ത് ചെയ്യണം, ആ തന്ന ഇക്വേഷനിൽ എക്സിനും വൈക്കും 0 കൊടുക്കുക അല്ലെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എക്സിനും വൈക്കും എന്ത് എടുക്കുക, 0 കൊടുക്കുക. അപ്പം എന്ത് കിട്ടും, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടും. 0 എന്ന് പറയുന്നത് 6-നെക്കാട്ടും വലുതാണ്. അപ്പോൾ എന്താണ്, തെറ്റാണ് അല്ലേ. ആ ഒരു കാര്യം തെറ്റായത് കൊണ്ട് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഈ വരച്ച ലൈനിന്റെ ഈ സൈഡിലേക്കായിരിക്കും നമ്മുടെ സൊല്യൂഷൻ റീജിയൻ. ഇനി നമ്മൾ അതേപോലെ എന്ത് ചെയ്യും, രണ്ടാമത്തെ ലൈൻ വരയ്ക്കും. രണ്ടാമത്തെ ലൈൻ ഏതാ, 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 അല്ലേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈന്. അവിടെ ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യും, എക്സിന് 0 കൊടുക്കും അല്ലേ. എക്സിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈൻ്റെ വാല്യൂ 3, വൈക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വാല്യൂ 4. അപ്പോൾ 0,3 4,0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരയ്ക്കുക. 0,3 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും അല്ലേ. 0,3 ഇവിടെ വരും, അതുപോലെ 4,0 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അല്ലേ, ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ടോ നോക്കുക. ഈക്വൽ ടു സൈൻ ഉള്ളത് കൊണ്ട് ബോൾഡ് ആക്കി വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ എക്സിനും വൈക്കും 0 കൊടുക്കുക. അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറയും. 0ന്റെ വാല്യൂ 12-നെക്കാട്ടും ചെറുതായതുകൊണ്ട് അല്ലേ, അത് ട്രൂ ആണ്. അപ്പം ഈ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ലൈനിന്റെ താഴോട്ടേക്ക്, ഈ 0ന്റെ അടുത്തേക്ക്, ഈ താഴോട്ടേക്കായിരിക്കും. ഇപ്പോൾ ആദ്യം വരച്ച ലൈൻ ഇത് എങ്ങനെ പോകുന്നുണ്ട് അല്ലേ, ആ ലൈനിന്റെ മേലോട്ടും ഈ ലൈനിന്റെ താഴോട്ടും എന്ന് പറയുമ്പോൾ ഏതായിരിക്കും റീജിയൻ വരിക, ഈ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ആയിരിക്കും നമ്മുടെ റീജിയൻ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രീധുന് ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ബാക്കി ആർക്കെങ്കിലും വേറെ എവിടെയെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും പോർഷൻ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. പറയടാ, മനസ്സിലാവാനായിട്ട് പോയിട്ട് കാര്യമില്ല. യെസ്, വേറെ അനാമിക ക്ലിയർ ആണോ? അനാമിക, ഷാരിബയോ? ഓക്കെ, ഷാരിബക്കോ? ഷാരിബ തസ്നി ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പറയാം മക്കളെ, എന്ന് എഴുതിയേ. 3 ഇക്വേഷൻ കേട്ടോ, ഇതിൽ 3 ഇക്വേഷൻ ഉണ്ടേ. ആദ്യത്തെ ഇക്വേഷൻ 5x + 4y 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. 5x + 4y 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. 4-0 അല്ല 40 40 40. 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 40. പിന്നെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഒരു ഇക്വേഷൻ ആണ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ അടുത്ത ഇക്വേഷൻ. മക്കളെ കൂടെ 2 ഇക്വേഷൻ കൂട്ടി പറയാം, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. 2 ഇക്വേഷൻ കൂടി പറയുന്നുണ്ട്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്, അതുപോലെ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട് കേട്ടോ. ഇപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായി? 5 എണ്ണായേ. 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. 5x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. പിന്നെന്താ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒന്ന് വരച്ചേ. ആദ്യം മക്കൾ പറഞ്ഞ 5 ലൈൻ ഒന്ന് വരച്ചേ. ഓക്കെ, എണ്ണത്തിൽ 5 എണ്ണം ഉള്ളൂ, വരയ്ക്കാൻ പെട്ടെന്ന് കഴിയും കേട്ടോ. 5 ലൈൻ ഇനി വരയ്ക്കേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ കുത്തിരിക്കണ്ട. ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ 5 എണ്ണം ആദ്യത്തെ പിന്നെയും ഉണ്ടാകും, കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാവും. അവസാനത്തെ 4 ഇക്വേഷനും ഇപ്പോൾ ഒറ്റയടിക്ക് കണ്ണും പൂട്ടി വരയ്ക്കാൻ പോകുന്ന ഇക്വേഷനേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, പെട്ടെന്ന് ചെയ്തേ.
വിഷ്ണുപ്രിയ വരച്ച് കാണിച്ചേ. വിഷ്ണുപ്രിയ കേൾക്കുന്നില്ലേ? വിഷ്ണുപ്രിയ സാർ ഇങ്ങനെയാണോ? നോക്കട്ടെ. ആദ്യം എന്താ കിട്ടിയത്? 5x + 4y അല്ലേ? അതല്ലേ വരച്ചത്? ഇപ്പം എങ്ങനെ ലൈൻ കിട്ടിയത്? ആ ഒന്നിനടിയിൽ കൂടെ വേറെ ലൈൻ പോകുന്നുണ്ടല്ലോ, അത് ഏതാ ലൈന്? ഫോക്കസ് ആവുന്നില്ല മോളെ. മേടത്തെ ലൈൻ ഓക്കെ. എക്സിന് മോള് 0 കൊടുക്കുമ്പോൾ വൈയിൽ 10 കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ 0,10 കിട്ടും. വൈക്ക് 0 കിട്ടുമ്പം 8 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഓക്കെ. രണ്ടാമത്തെ ലൈൻ ഏതാ മോളെ? 3,0. അത് ഏതാ ലൈന്? അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ? അതാ എക്സ് എക്സ് 2 അല്ലേ? എക്സ് > 2 അതാണോ? ആ അല്ലേ? ഓക്കെ ആ ഓക്കെ അതാ ആ ഓക്കെ വരച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ചെറിയ പ്രശ്നം പറഞ്ഞ ഓഫ് ആയിക്കോളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞിരുന്നത്? ആദ്യം നമ്മൾ ഇനീക്വാളിറ്റിനെ എന്താക്കണം? ഇക്വേഷൻ ആക്കണം. ആദ്യത്തെ ഞാൻ പറയുന്നില്ല, ഇവർക്ക് അറിയുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെ ലൈനായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഏത്? 5x പ്ലസ് അല്ലേ? 5x + 4y ≤ 40 എന്നുള്ളത് നമുക്ക് ഏകദേശം ഇങ്ങനെ ലൈൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ലെസ് അല്ലേ എഴുതുന്നത്? ലെസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ഇവിടെ ചോദിച്ചെടുത്തത് എക്സ് > 2 അതുപോലെ y > 3 അല്ലേ? ഈ രണ്ട് ലൈനിന് നമുക്ക് വരയ്ക്കണം. മക്കളെ നമ്മൾ എന്താ പറയുക? സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ഇനീക്വാളിറ്റീനെ എന്താക്കണം? ഇക്വേഷൻ ആക്കണം. അപ്പം ഇവിടെ y = 3 ആവും, x = 2 ആവും. മക്കൾ കുറേ വട്ടം കുറേ ചാപ്റ്ററിൽ അവിടെ ഇവിടെയൊക്കെ പഠിച്ചാണ്. x = 2 എന്നാവുമ്പം ആ ലൈൻ എങ്ങനെ പോവും? അതേപോലെ y = 3 എന്നാവുമ്പം ആ ലൈൻ എങ്ങനെ പോവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫായ്സ് വരച്ചുണ്ടോ? x = 2 y = 3. തറപ്പ് കഴിയും ഒറ്റ. ആ, x = 2 y = 3. ഇത് വരച്ചവരൊന്ന് ബാക്ക് ക്യാമറ ഓൺ ആക്കി. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇത് വരച്ചവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കുക. x = 2 y = 3. x = 2 y = 3. കൃഷ്ണേന്ത് വരച്ചില്ലേ? വരച്ചിട്ടില്ല. വരച്ചില്ല? ഫസ്റ്റ് ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ. അനാമിക വരച്ചോ? അനാമിക വരച്ചോ? വരച്ചിട്ടുണ്ട്. തെറ്റാണെന്ന് അറിയില്ല, അല്ല ശരിയാണെന്ന് അറിയില്ല. അത് കുഴപ്പമില്ല, നമ്മള് ബാക്ക് ക്യാമറ ഓൺ ആക്കിയാൽ മതി. ഞാൻ പറഞ്ഞാ മതി സാറേ. വരയ്ക്കുന്ന കാര്യം പറഞ്ഞു തരേ? ആ 2 കൂടി വരയ്ക്കലാണ്. ആ 2 കൂടെ വരയ്ക്കില്ല, ഒന്ന് കാണിച്ചാൽ മതി. എങ്ങനെ വരച്ച നോക്കണം. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഇവിടെ വരച്ചത് ഇവിടെ x = 2 അങ്ങനെ വരച്ച് y = 3. ഓക്കെ. കറക്റ്റ് ആണ് തന്നെ കേട്ടോ. മക്കളെ നോക്കിയാ എന്തെങ്കിലും നമ്മൾ ഇക്വേഷൻ വേണ്ടത്? x = 2 എന്നാണ് വേണ്ടത് അല്ലേ? അപ്പം അതിന്റെ മീനിങ് എന്താ? നമ്മൾ ആ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ x കോർഡിനേറ്റ് എന്താവും? 2 ആവും അല്ലേ? നമുക്ക് ഇവിടെ ഈ പോയിന്റ് എന്ത് ചെയ്യുന്നടാ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ x yക്ക് 0 കൊടുക്കും അല്ലേ? yക്ക് 0 കൊടുക്കുമ്പോൾ എന്നത് 8,0 അല്ലേ? ഈ പോയിന്റ് 8,0 ആവും. ഈ പോയിന്റ് നമുക്ക് 0,10 കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്? x = 2 എന്ന ലൈൻ വേണം അല്ലേ? അപ്പോൾ അത് ഇതിലൂടെ പോകും. നമുക്ക് ഇങ്ങനെയായിരിക്കും. x = എന്ന് പറഞ്ഞൊരു നമ്പർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, x = ഒരു നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ അത് y എക്സിന് പാരലായിക്കൊണ്ട് ഈ 2,0 എന്ന പോയിന്റ് കൂടെ പോകും. ഈ പോയിന്റ് എന്താവും? 2,0 ആവുമല്ലോ. ആ പോയിന്റ് കൂടെ
വൈ എക്സിന് പാരലായി കൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് എന്ത് നമ്മുടെ ഈ ലൈൻ. അതുപോലെ y ഈക്വൽ ടു 3 ആകുമ്പോഴോ അത് എക്സിന് പാരലായി കൊണ്ട് ഇതിലൂടെ പോവും, 3യിലൂടെ പോവുക, ഇങ്ങനെ പോവും. എക്സ് ആക്സിന് പാരലായി കൊണ്ട് ഇതാ ഇങ്ങനെ പോവും. ഈ പോയിന്റ് എന്താവും 0,3 ആവും. ഈ പോയിന്റ് 0,3 ആവും. ഇങ്ങനെയായിരിക്കും ഇവിടെ 3 ലൈന്. ഇനി 2 ലൈനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തായിരുന്നു എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, അതുപോലെ y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. മക്കളെ ഈ പോയിന്റ് ഇതിലൂടെ പോകും എന്ന് പറഞ്ഞു നോക്കിയേ. ഈ പോയിന്റ് എങ്ങനെയായിരിക്കും? ഇതിന് നമ്മൾ ഇക്വേഷൻ ഒക്കെ എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. അത് ഏതിലൂടെ ആയിരിക്കും പോവുക? ആരെങ്കിലും ആള് എക്സ് ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 ഒറിജിനിൽ കൂടെ എങ്ങനെ പോകും? അങ്ങനെ ഫൈസ് ഒന്ന് ബാക്ക് ക്യാമറ ഓണാക്കി കാണിച്ചു തരുമോ? സാർ അത് വരച്ചിട്ടില്ല, മറ്റേ 2 മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ല, അങ്ങനെ കാണിച്ചെന്നാ മതി. നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഇതാണ് നമ്മളിപ്പോ ഒറിജിൻ അല്ലേ, ഇതാണ് ഒറിജിൻ 0,0. ഈ ഒറിജിനോട് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ല സാർ അത് 0 അല്ല, പോവും. അപ്പോ പോവും എന്തായാലും എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞ ലൈൻ എന്തായാലും നമുക്ക് ഉണ്ടാവും. കാരണം എക്സ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ ലൈൻ എങ്ങനെ പോകും? വൈക്ക് പാരലായും കൊണ്ട് 2യിലൂടെ പോകും അല്ലേ? അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ വൈക്ക് പാരലായും കൊണ്ട് ഇങ്ങനെ പോകും. അപ്പം എക്സ് ഈക്വൽ 0 ആവുമ്പോൾ ഇതിലൂടെ പോകുന്ന ആലോചിച്ച് നോക്കിയേ. എക്സ് ഈക്വൽ 2 ആവുമ്പോൾ വൈക്ക് പാരലായും കൊണ്ട് ഇങ്ങനെ പോകും. അപ്പൊ എക്സ് ഈക്വൽ 0 ആവുമ്പോൾ ഇതിലെ പോകും, ആലോചിച്ച് നോക്കിയേ. എക്സ് ആക്സിസ് എക്സ് ആക്സിലൂടെയാണോ പോവാ? നല്ല നോക്ക്, എക്സ് ആക്സിലൂടെയാണോ? എക്സ് ഈക്വൽ 2 ആവുമ്പോൾ അത് 2,0 വൈ എക്സിന് പാരലായും കൊണ്ട് ഇങ്ങനെ പോകും. ഇതാണ് നമ്മളെ ലൈൻ ഏത്? എക്സ് ഈക്വൽ ടു 2 അല്ലേ? ഇതാണ് നമ്മളെ ലൈൻ. അപ്പോൾ ഇതാണ് നമ്മളെന്ത് y ഈക്വൽ ടു 3 അടുത്ത ലൈൻ. അപ്പോൾ എക്സ് ഈക്വൽ 2 ആവുമ്പോൾ ഇതിലേ പോകും. അപ്പോൾ എക്സ് ഈക്വൽ 0 ആവുമ്പോൾ ഇതിലൂടെയാവും പോവുകയെന്ന് ആലോചിച്ച് നോക്കിയേ. വൈ ആക്സിസ് y ആക്സിസ് ഉള്ളൂ. കാരണം എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ ഇതിലേ പോകും അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ 0 ആവുമ്പോൾ ഇതായിരിക്കും നമ്മുടെ എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞ ലൈന്. ഇതാണ്. പ്രത്യേകിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഒന്ന് ഡാർക്കെയും ചെയ്യുക. നമ്മുടെ y ആക്സ് ഒന്ന് ഡാർക്കെയും ചെയ്യുക. എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ നമ്മളെ പോയിന്റ് ഏതാ, സോറി ലൈൻ ഏതാണ്? y ആക്സിലൂടെ വരയ്ക്കുന്ന ലൈനാണ്. y ആക്സിന്റെ മേലെ കൂടെ വരയ്ക്കുന്ന ലൈനാണ് എന്ത്, നമ്മുടെ എക്സ് ഈക്വൽ 0. അതുപോലെ y ഈക്വൽ 0 എന്താ ഇവിടെ? ഏത് എക്സ് ആവും? y ഈക്വൽ 0 ആവുമ്പോൾ ഏതായിരിക്കും ഇവിടെ ലൈന്? y ഈക്വൽ 0 ആവുമ്പോൾ എക്സ് ആക്സിസ് എക്സ് ആക്സ്. അപ്പോൾ ഈ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ 2 ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസും y ആക്സും ആയിരിക്കും. അത് മിക്കവാറും മിക്ക ക്വസ്റ്റ്യനിലും കൂടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതേ കുട്ടികൾക്ക് ഇത് അറിയാത്തതുകൊണ്ട് അവർ കണ്ട് പേടിക്കും. എക്സ് ഈക്വൽ ടു 0 എങ്ങനെയാവുമ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ചിലപ്പം കൂടെ എന്ത് തരും? എക്സ് എഴുതാൻ ഈക്വൽ ടു 0, y എഴുതാൻ ഈക്വൽ ടു 0 എന്നൊക്കെ തരും. അപ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ ഈ ഇനീക്വാളിറ്റീൻ്റെ മീനിങ് എന്താ? എക്സ് എഴുതാൻ ഈക്വൽ ടു 0, y എഴുതാൻ ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂസ് മൊത്തം 0നെക്കാട്ടും വലുതാണ്. അവിടെ അങ്ങനെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. ലൈൻ നമ്മളിങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0നെക്കാട്ടും വലുതാണ്, വൈൻ്റെ വാല്യൂം 0നെക്കാട്ടും വലുതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ കിടക്കുന്ന എവിടെയാണ്? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. കാരണം എക്സിൻ്റെ വാല്യൂം വൈൻ്റെ വാല്യൂം 0നെക്കാട്ടും വലുതെന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ട്. അതുപോലെ കൂടെ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കണ്ടാൽ എന്ത് ചെയ്യുക, ഇനീക്വാളിറ്റി കണ്ടാൽ അത് എക്സ് ആക്സും y ആക്സും ആണെന്ന് വിചാരിക്കുക. ഓക്കെ. പിന്നെ ഇതും y ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 2 മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇനി മറ്റേ 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു ഇവിടെ? 5x പ്ലസ് അല്ലേ, 5x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 അല്ലേ? ലെസ് ദാൻ അല്ലേ മക്കളെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഓക്കെ. അപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് കിട്ടും അല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഇത്? ട്രൂ അല്ലേ? അല്ലേ, ഇത് ട്രൂ അല്ലേ? അപ്പോൾ നമ്മൾ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താ ഈ ലൈനിലെ, ഇതാണ് നമ്മുടെ ലൈൻ അല്ലേ? ആ ലൈൻ ഇങ്ങോട്ട് നിൽക്കുന്നതായിരിക്കും നമ്മുടെ എന്ത്, സൊല്യൂഷൻ റീജിയൻ. ഫുൾ ആയില്ല. ഇനി എന്തൊക്കെയുള്ളത്? y എടുത്താൽ ഈക്വൽ ടു 3 എന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ yക്ക് എന്താണ് ഇംപ്ലിക്കേഷൻ? y എടുത്താൽ ഈക്വൽ ടു 3 ഉണ്ട്. അതുപോലെ എന്തുണ്ട്? x എടുത്താൽ ഈക്വൽ ടു 2 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? yക്ക് 0 എടുക്കുമ്പോൾ 0 എടുത്താൽ ഈക്വൽ ടു 3. അത് ശരിയാണോ? 0 എന്ന് പറയുന്നത് 3നെക്കാട്ടും വലുതാണ്. അത് ശരിയാണോ? ആണോടാ? ആണോ മക്കളെ? അല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലൈൻ പറയുന്നത്. y ഈക്വൽ 3 ലൈൻ ഇതാണ്. അപ്പൊ 0,0 എടുത്തുമ്പോൾ തെറ്റാന്ന് കിട്ടി. അപ്പം പോയിന്റ് എങ്ങോട്ടായിരിക്കും? മേലോട്ടായിരിക്കും. ഇത് മേലോട്ടായിരിക്കും. അതുപോലെ ഇത് നോക്കിയാൽ x ഈക്വൽ ടു 2, അവിടെ 0 കൊടുക്കുമ്പോഴോ 0
ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 അതും തന്നെയാണ് തെറ്റ് തന്നെയാണ് അല്ലേ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അതും തെറ്റാണ് ഇതും തെറ്റാണ്. അപ്പം ഇതിൻ്റെ ഇത് പുറത്തേക്ക് വരയ്ക്കും, ഇതിൻ്റെ എന്ത് ചെയ്യും പുറത്തേക്ക് വരയ്ക്കും. അപ്പോൾ ഇതും പുറത്തേക്ക് ഇതും പുറത്തേക്ക് ഇത് ഉള്ളോട്ടും ആവുമ്പോൾ കോമൺ റീജിയൻ ഏതായിരിക്കും മക്കളെ? ഈ ചെറിയ ചെറിയ ട്രയാങ്കിൾ അല്ലേ. ആലോചിച്ച് നോക്കിയേ. വൈൻ്റെ എന്ന് പറയുന്നത് മേലോട്ട്, ഈ എക്സിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് സൈഡിലേക്ക്, ഈ ലൈൻ്റെ എന്ന് പറയുന്നത് താഴോട്ട്. അപ്പം മൂന്നും കൂടി ഉള്ളോട്ട് ഉൾക്കൊള്ളുന്ന ലൈൻ ഏതാ? ആ റീജിയൺ ഏതാ? ഈ ചെറിയതല്ലേ, ആ ട്രയാങ്കിൾ അല്ലേ. കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ക്ലിയർ ആയി എന്നാണോ പറഞ്ഞത്? ഓക്കെ, ആ കറക്റ്റ്. മക്കളെ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കി. എവിടെയെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും പോർഷൻ ഒന്നും കൂടി പറഞ്ഞു തരേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മക്കളെ എക്സാമിന് മക്കൾ എന്ത് ചോദിച്ചാൽ ഈ ഫോക്കസ് ഏരിയയിലുള്ള എല്ലാ എക്സസൈസിൻ്റെ പ്രോബ്ലം ഇല്ലടാ കംപ്ലീറ്റ് ചെയ്യുക. കാരണം അത് ചെയ്യുമ്പോൾ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും അധികവും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ എക്സസൈസിലും എക്സാമ്പിൾസും ചെയ്ത് വെച്ച് അതേ പ്രോബ്ലംസ് നമ്പർ പോലും മാറാണ്ട് ചോദിക്കാറുണ്ട് പലതവണ. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മക്കളെ എക്സസൈസിലും മക്കളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള എക്സസൈസും എക്സാമ്പിൾസിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്പർ പോലും മാറാണ്ട് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. അപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞൊരു കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലാക്കും എന്ത് ഈ ആൻസർ ശരിയാണെന്ന്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നമ്മൾ മനസ്സ് പതിയല്ലോ, ഓരോ സ്റ്റെപ്സ് പതിയല്ലോ. നമുക്ക് അത് സെയിം നമ്പറിൽ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ സെയിം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഉപകാരമാവും. അപ്പം ഫോക്കസ് ഏരിയയും കൂടി ആയതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ ചെയ്യാനുള്ള പ്രോബ്ലംസും കുറവായിരിക്കും. അപ്പോൾ ഉള്ള പ്രോബ്ലംസ് ഇനി സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കുക കേട്ടോ, കംപ്ലീറ്റ് ചെയ്യുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ചെയ്യുമ്പം ഇതുപോലെ തന്നെയല്ല, അപ്പോൾ സ്കിപ്പ് ചെയ്യും. അപ്പം അങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കുക, നമ്മൾ അതും ചെയ്ത് നോക്കുക അങ്ങോട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാകുമ്പോൾ ഓരോ ഡൗട്ട് ഉണ്ട് തോന്നുന്നു, എന്താ അത് ഇതിലേ പോയി ഓരോ ഡൗട്ട് തോന്നും. അപ്പം അതിൽ നിൽക്കാണ്ട് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ട് നോക്കുക. എക്സാം ഹാളിൽ നിന്ന് ഡൗട്ട് വരണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ, വീട്ടിൽ നിന്ന് ഡൗട്ട് എന്തായാലും പ്രശ്നമില്ലല്ലോ. ക്ലിയർ ആണോ? അപ്പോൾ ഇതിലിതാ 6.3 മക്കൾക്ക് എല്ലാവർക്കും ഫുള്ള് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 13 മിക്കവാറും ചെറിയ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കൾ ഇന്ന് ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ, 1 2 3 4 5 ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ. അത് 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഡൗട്ട് വരും നിങ്ങൾക്ക്, അപ്പോൾ ചോദിച്ചാൽ മതി. എല്ലാവർക്കും വേണ്ടല്ലോ. ഇതിൽ എനിക്കെന്നാ അറിയാം, ഈ പറഞ്ഞതിൽ തന്നെ എനിക്ക് ഇതുവരെ അസൈൻമെൻറ്റ് തന്നവർ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. കുറേ ആൾക്കാർ മെസ്സേജ് പോലും അയക്കാത്ത കുറേ ആൾക്കാരുണ്ട്, ഒരു അസൈൻമെൻറ്റും ചെയ്യാത്ത. അത് അവർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം എന്താ ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും നമ്മളെ ടെക്സ്റ്റ് ബുക്കത്തെ എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്യുന്ന ആൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഡൗട്ട് വരും, ചില ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരും. അപ്പം ആ ക്വസ്റ്റ്യൻ ചെയ്ത് ഡൗട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 6.3 ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക. പിന്നെ മക്കളെ ഇതിൽ ചാപ്റ്ററിലുള്ള കാര്യമാണ്, ഫോക്കസ് ഏരിയ ഉള്ളതുകൊണ്ട് എടുത്ത് ഒഴിവാക്കിയൊരു കാര്യമാണ് ഈ സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മളിപ്പം ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒന്നുമില്ല. ഏത് മാത്രമേ ഉള്ളൂ, ഈ 5x + 4y ≤ 40 എന്ന് പറഞ്ഞ എന്തുള്ളൂ, ഒറ്റ ലൈന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ മക്കൾ ചെയ്യുക മക്കളെ? നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിൽ മിനിമം രണ്ട് ഇക്വേഷനെങ്കിലും ഉണ്ടായിരുന്നു, 2 3 അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. മിനിമം 2 എണ്ണമെങ്കിലും ഉണ്ടായിരുന്നു. ഒറ്റ ലൈന് മാത്രമേ ഉള്ളൂ വിചാരിക്കുക, ഒറ്റ ലൈൻ്റെ ഇക്വേഷൻ മാത്രം തന്നു. അപ്പോൾ അതിൻ്റെ റീജിയൻ ചോദിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക? എന്താവും ചെയ്യുക പറഞ്ഞേ? ആരും പറയില്ല. ആർക്കും ഗസ് അടിക്കോ? 5x + 4y ≤ 40 എന്നുള്ള ഇക്വേഷൻ മാത്രമാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? ഇത് നിങ്ങൾക്ക് ശരിക്കും ഈ ചാപ്റ്ററിൽ വേറെ തന്നെ ഒരു ഭാഗമായിട്ട് പഠിക്കാനുള്ളതായിരുന്നു. ആദ്യം ഞങ്ങളെ കൊണ്ട് ഒരു ലൈൻ ആകുമ്പോൾ പഠിപ്പിക്കും, പിന്നെ ലാസ്റ്റിലേക്ക് ഇതേപോലെ ഒന്ന് കൂടുതൽ ലൈൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കും. അതാണ് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്താ വെച്ചാൽ ലാസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് കൂടുതൽ ഇക്വേഷൻസ് തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും. അതിന് മുന്നേ മക്കൾ ആദ്യം പഠിക്കേണ്ട കാര്യം ഒരു ഇക്വേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ്. ഒരു ഇക്വേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ഇക്വേഷൻ മാത്രമാകുമ്പോഴും ചെയ്യാൻ പറ്റണം.
അപ്പൊ അതെങ്ങനെയാവും? ആരെങ്കിലും ഗസ്? ഒറ്റ ഇക്വേഷൻ മാത്രമാകുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളത്? ആരുമില്ല? ഒന്നുമില്ല. കോമൺ റീജിയൻ വേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ 5x + 4y ≤ 40 എന്ന് പറയാം. മക്കൾ ഇത് വെച്ചിട്ട് ലൈൻ വരയ്ക്കും. ഈ ലൈൻ വരയ്ക്കും. ഇതുപോലെ ഇങ്ങനെ ലൈൻ വരയ്ക്കും. 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ശരിയാന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താവും? ഇതിന്റെ താഴോട്ടുള്ള റീജിയൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? ആ റീജിയൻ മൊത്തം കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താണ്? ആ റീജിയൻ മൊത്തം അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒറ്റ ഇക്വേഷൻ മാത്രമായി വരുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് 2 ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമൺ റീജിയൻ സെലക്ട് ചെയ്യും. അവിടെ 2 ഇക്വേഷൻ ഇല്ല, ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ കോമൺ റീജിയൻ ഇല്ല. അവിടെയുള്ള റീജിയൻ ഒന്നായിട്ട് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റൻ ആണെങ്കിൽ അല്ലേ, ഈ ലൈനിൻ്റെ താഴോട്ടേക്ക് മൊത്തം ഷെയ്ഡ് ചെയ്യുക, മേലോട്ടേക്ക് ഒരു വരി വരയ്ക്കാണ്ടിരിക്കുക. കുഴപ്പമുണ്ടോ? ക്ലിയർ ആണോ? ആണോ മക്കളെ? പറയ്. ഓക്കെ. അപ്പോൾ നോക്കി മക്കളെ, ഇന്ന് തന്നെ നാളെ എക്സാം ഉണ്ടല്ലോ അല്ലേ? നാളെ ഏത് എക്സാം എഴുതിയിരുന്നത്? നാളെ ഏത് എക്സാം ഓർമ്മ ഉണ്ടോ? ചാപ്റ്ററിൻ്റെ പേര് ഓർമ്മ ഉണ്ടോ? നാളത്തെ എക്സാം ഏതാണ്? നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് വരുന്നൊക്കെ വെറുതെ അല്ലേ? ഞാൻ ഒന്നരാടം എന്തിനാ എക്സാം വരുന്നത് വെച്ചാൽ, ഒരു എക്സാം വന്ന് പിന്നെ ഒരു ദിവസം നിങ്ങൾ പഠിച്ച് അടുത്ത എക്സാം അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ ദിവസം ഗ്യാപ്പ് വന്ന്. ആർക്കും നാളത്തെ എക്സാമിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് ആർക്കെങ്കിലും കോണിക് സെക്ഷൻ ചാപ്റ്ററിൻ്റെ പേര് ഓർമ്മ ഉണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അത് നാളെ രാത്രി ആവും കേട്ടോ. 7 മണിക്ക് തന്നെ ആയിരിക്കും. എന്നിട്ട് 7 മണിക്കാകുമ്പോൾ 7 മണിക്ക് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. 6 മണിക്കോ? കഴിഞ്ഞ പ്രാവശ്യം 7 മണി പറഞ്ഞപ്പോൾ ആയിരിക്കും പ്രശ്നം പറഞ്ഞിരുന്നു. ഇന്ന് ആ പ്രശ്നം ഉണ്ടോ? അന്ന് മീറ്റിംഗ് അല്ലേ ഇരുന്നത്, ക്ലാസ് അല്ലല്ലോ. 7 മണിക്ക് തന്നെ വെച്ചുകൂടെ എക്സാം? 6 മണി ആക്കണോ? 7 മണി to 9 മണി വരെ ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്ന് വെച്ചാൽ 6 മണിക്ക് വെക്കാം. അരമണിക്കൂറിൻ്റെ എക്സാമോ? ഓക്കെ, 6 മണിക്ക് വെക്കാം. നന്നായി പഠിക്കുക. അതേപോലെ ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ 10 ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ചെയ്യാം. 10 ഇന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് പറ്റുന്നത് ഇന്ന് ചെയ്ത് അയച്ചു തരാം കേട്ടോ. കാരണം ഇത് ഇന്നിപ്പം പഠിച്ചിട്ട് ഇന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും, വേറെ ആർക്കും ഉണ്ടാവില്ല. ഓക്കെ, എന്നാൽ ശരി മക്കളെ, ലീവ് ചെയ്തോളൂ.